ഇങ്ങനെ സുല ലൈഫിൻ്റെ പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലത്തെ. ഇങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോണത് ഫ്ലോറൻസിലേക്ക്. ഇറ്റലിയിൽ നിന്ന് ഞങ്ങൾ ഇറ്റലിയുടെ തന്നെ പ്രധാന നഗരമായ ഫ്ലോറൻസിലേക്കാണ് ഞങ്ങൾ പോണത്. ഫ്ലോറൻസിൽ പോകുന്നുണ്ട്. പിന്നെ ചെരിഞ്ഞ ഗോപുരം തന്നെ പിസ, പിന്നെ ചരിത്ര നഗരമായ അരേസോ, ഇവിടേക്കൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഇങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് അവിടെ ഒരു 10-45 മിനിറ്റൊക്കെ ഇവിടെ നിർത്തുമ്പോൾ ഞങ്ങൾ നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകേണ്ടവർക്കൊക്കെ പോകാൻ അതിനൊക്കെ വേണ്ടി നിർത്തുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ്? ഫ്ലോറൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്ത് ഭംഗിയാണെന്ന് പറയുക, റോഡിൻ്റെ 2 സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ ഫ്ലോറൻസിൽ ഉച്ചയായപ്പോൾ ഞങ്ങൾ നല്ല അവിടുത്തെ ഒരു ഹോട്ടലിൽ നല്ല ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ എനിക്ക് തെരുവുകളിലൊക്കെ എന്താ ഭംഗിയെന്ന് പറയുന്നത്. നല്ല ഷോപ്പിംഗ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിട്ട് ഷോപ്പിംഗ്. ഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ നഗരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല ശില്പികളുടെയും കലാകാരന്മാരുടെയും പ്രശസ്തമായ കലാകാരന്മാരുടെയും അവരുടെയൊക്കെ നഗരമാണത്. പിന്നെ ഞങ്ങളിത് പിസ ഗോപുരത്തിലെത്തി. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഞങ്ങൾ പോയിട്ട് പിന്നെ അവിടെ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിയാസാലെ മൈക്കലേഞ്ചലോ എന്നാൽ സന്ദർശിക്കുന്നത്. അതിൻ്റെ പ്രതിമയാണത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലോ എൻ്റെ സൈഡിൽ നോക്കി ആ പോയിന്റിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറൻസ് നഗരം ഫുള്ള് നന്നായിട്ട് കാണാൻ പറ്റും. അവിടുത്തെ ചുവന്ന താഴികക്കുടവും കെട്ടിടങ്ങളും ലോകപ്രശസ്തമായ ഫ്ലോറൻസ് കത്തീഡ്രലിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കാണാം. ആർണോ നദി, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് നോക്കുമ്പോൾ. ഞങ്ങൾ പിയാസ ഡെ മിറാക്കോൾജി അവിടെ കാണുമ്പോൾ അത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു വലിയൊരു പള്ളിയാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അരേസോ നഗരത്തിലേക്ക് പോയി. അവിടെ